ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹയ്യിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹയ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. അള്ളാഹുവിനെ ഖാലിഖായിട്ട് അംഗീകരിച്ചിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് തൃപ്തികരമാകാതിരുന്ന എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതല്ലാത്തതുകൊണ്ട് തന്നെ. മക്കക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ പ്രതികരിച്ചത് എങ്ങനെയാ? അള്ളാഹ് ഖുർആൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ പ്രതികരിച്ചത്? മക്കക്കാർ ചോദിക്കുന്ന ചോദ്യം അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇവൻ എല്ലാ ഇലാഹുകളെയും ഒറ്റ ഇലാഹാക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയിട്ട് അവർ പറയുന്നു. ഇവൻ എല്ലാത്തിനും അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരോട് വിളിച്ചു തേടാൻ പാടില്ല, ഇവനെ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അള്ളാഹോട് മാത്രം എല്ലാത്തിനും ഒന്നാക്കണം. ഇങ്ങനെ മക്കക്കാർ പ്രതികരിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന. മറ്റാർക്കും അതിന് അർഹതയില്ല. റസൂലിനില്ല, നബിക്കില്ല, മലക്കിനില്ല, വലിയനില്ല, ആർക്കുമില്ല. ഇബാദത്തുകൾ നൽകപ്പെടാനുള്ള അർഹത അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. അത് പ്രാർത്ഥന എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, ഇസ്തിഗാസ എന്നുള്ള പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, എന്ത് പേരിട്ടാലും ഇബാദത്ത് ഇനങ്ങളിൽ പെടുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാതെ മറ്റാരും അർഹിക്കുന്നില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.